വെൽക്കം ടു അങ്കിത രമേശ് ട്യൂട്ടോറിയൽ. ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസ് ആണ് എക്സസൈസ് 1.4. Without actually performing the long division, state whether the following rational numbers will have a terminating decimal expansion or a non-terminating repeating decimal expansion. നമ്മൾ ലോങ് ഡിവിഷൻ ചെയ്യാതെ നമുക്ക് തന്നിട്ടുള്ള റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് ആണോ, ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണോ അതോ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യാൻ പാടില്ല? ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 13 ഡിവൈഡഡ് ബൈ 3125. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ന്യൂമറേറ്റർ ഇവിടെ 13 ആണ്, അതുകൊണ്ട് 13 തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 3125. 3125നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് കിട്ടും. അതായത് 13 ഡിവൈഡഡ് ബൈ 1 2 3 4 5 5 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ 5 റേസ് ടു 5. ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 5 റേസ് ടു 5 ആണ്. അതായത് 5 റേസ് ടു 5നെ നമുക്ക് 2 റേസ് ടു 0 ഇൻറ്റു 5 റേസ് ടു 5 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് 2 റേസ് ടു 0 എന്ന് കൊടുത്തത്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഏതൊരു നമ്പറിൻ്റെയും പവർ 0 ആയിക്കഴിഞ്ഞാൽ ആൻസർ 1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ 2 റേസ് ടു 0 ഇൻറ്റു 5 റേസ് ടു 5. 2 റേസ് ടു 0 എന്ന് പറയുന്നത് 1 ഇൻറ്റു 5 റേസ് ടു 5. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് തന്നിട്ടുള്ള റാഷണൽ നമ്പറിൻ്റെ ഡിനോമിനേറ്റർ ഏത് ഫോമാണ്? 2 റേസ് ടു m ഇൻറ്റു 5 റേസ് ടു n. അപ്പോൾ റാഷണൽ നമ്പറിൻ്റെ ഡിനോമിനേറ്റർ 2 റേസ് ടു m ഇൻറ്റു 5 റേസ് ടു n എന്നുള്ള ഫോമിലാണെങ്കിൽ ഇവിടെ n ആൻഡ് m ആർ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. എന്നും എമ്മും നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആവണം. അപ്പോൾ ഇവിടെ എമ്മും എന്നും നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഡിനോമിനേറ്ററിന് നമുക്ക് 2 റേസ് ടു m ഇൻറ്റു 5 റേസ് ടു എന്നുള്ള ഫോമിൽ എഴുതാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് 13 ബൈ 3125 ഡെസിമൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. അപ്പോൾ ഹിയർ ഡിനോമിനേറ്റർ ഈക്വൽ ടു 2 റേസ് ടു 0 ഇൻറ്റു 5 റേസ് ടു 5 which is of the form ഏത് ഫോമിലാണ്? 2 റേസ് ടു m ഇൻറ്റു 5 റേസ് ടു n എന്നുള്ള ഫോമിലാണ്. where n and m are non-negative integers. എന്നും എമ്മും നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. therefore നമുക്ക് എന്ത് പറയാം? 13 ബൈ 3125 will have, ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? will have a terminating decimal expansion. അപ്പോൾ ഒരു റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആവണമെങ്കിൽ നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഡിനോമിനേറ്റർ 2 റേസ് ടു m ഇൻറ്റു 5 റേസ് ടു n എന്നുള്ള ഫോം ആണോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ 2 റേസ് ടു m ഇൻറ്റു 5 റേസ് ടു n എന്നുള്ള ഫോം ആണെങ്കിൽ നമ്മുടെ റാഷണൽ നമ്പറിന് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ 17 ഡിവൈഡഡ് ബൈ 8. 17 പ്രൈം നമ്പർ ആയതുകൊണ്ട് അതിനെ നമ്മൾ 17 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 8നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് 17 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് എന്ന് കിട്ടും. ഇവിടെ ഡിനോമിനേറ്റർ നമുക്കൊന്ന് മാറ്റി എഴുതാം. 17 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 3 ഇൻറ്റു 5 റേസ് ടു 0. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഹിയർ denominator
എന്ന് പറയുന്നത് എന്താണ്? 2�3 ഇൻറ്റു 5�0 ആണ്. വിച്ച് ഈസ് ഓഫ് ദ ഫോം 2m into 5n, where n and m are non-negative integers. n-ഉം m-ഉം non-negative integers ആണ്. n and m are non-negative integers. Therefore, 17 divided by 8 will have a terminating decimal expansion. The next question, 64 divided by 455. നമ്മൾ ആദ്യം ഡിനോമിനേറ്ററിനെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 7 ഇൻറ്റു 13 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിനി ന്യൂമറേറ്ററിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണ്ട. കാരണം എന്താണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഒരു റാഷണൽ നമ്പർ ടെർമിനേറ്റിംഗ് ആവുക? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2m into 5n എന്നുള്ള ഫോമിലാവുമ്പോഴാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 7ഉം 13ഉം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ എന്തായാലും ടെർമിനേറ്റിംഗ് ആവില്ല. അതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ 64 by 5 into 7 into 13 എന്ന് കിട്ടും. ഹിയർ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് is not of the form ഏതിൻ്റെ ഫോമിലല്ല? 2m into 5n, where m and n are non-negative integers. n and m are non-negative integers. Therefore, ഡിനോമിനേറ്റർ 2m into 5n എന്നുള്ള ഫോമിലല്ല. അതുകൊണ്ട് നമ്മുടെ ഫ്രാക്ഷൻ 64 divided by 455 will have a ടെർമിനേറ്റിംഗ് ആവില്ല, നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. കൂടാതെ റിപ്പീറ്റിംഗ് ആയിരിക്കും. നോൺ ടെർമിനേറ്റിംഗ്, റിപ്പീറ്റിംഗ്, ഡെസിമൽ expansion. Okay. Fourth question, 15 divided by 1600. നമ്മൾ ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക ആദ്യം. ഇപ്പോൾ 1600നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് 2�6 into 5 സ്ക്വയർ എന്ന് കിട്ടും. അതായത് 6 പ്രാവശ്യം 6 വരും, 2 പ്രാവശ്യം 5 വരും. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ എന്താണ്? 2ഉം 5ഉം മാത്രമേ ഉള്ളൂ. ബേസ് 2ഉം 5ഉം ആണ്. അതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് 3 into 5 എന്ന് കിട്ടും. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ കിട്ടുക? 3 divided by 2�6 into 5. ഇവിടുത്തെ ഒരു 5ഉം 5 സ്ക്വയറിൽ ഒരു 5ഉം ക്യാൻസൽ ആവും. അപ്പോൾ 3 divided by 2�6 into 5. ഇവിടെ ഡിനോമിനേറ്റർ 2�6 into 5 എന്ന് പറയുന്നത് ഏതിൻ്റെ ഫോമിലാണ്? ഈസ് ഓഫ് ദ ഫോം. ഏത് ഫോമിലാണ്? 2m into 5n എന്നുള്ള ഫോമിലാണ്. n-ഉം m-ഉം എന്ത് ഇൻറ്റീജേഴ്സ് ആണ്? നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. Therefore, 15 by 1600 will have, ഇതിന് എന്ത് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക? will have a terminating decimal expansion. ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് ആയിരിക്കും. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഫിഫ്ത്ത് വൺ, 29 divided by 343. 29 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ 29 ഒന്നും ചെയ്യുന്നില്ല, 29 തന്നെ എഴുതി.
343നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് 7 ക്യൂബ് എന്ന് കിട്ടും. അതായത് 3 പ്രാവശ്യം 7 വരും. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ നോക്കിയാൽ അറിയാം 7 ക്യൂബാണ്. 2 ഇൻറ്റു 5 ഇൻറ്റു ടേംസ് അല്ല വന്നിരിക്കുന്നത് 7 ആണ്. അതുകൊണ്ട് നമ്മളുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഹിയർ ഡിനോമിനേറ്റർ is not of the form ഏത് ഫോം അല്ല 2 raised to m into 5 raised to n where m and n are non-negative integers. Therefore 29 divided by 343 will have a non-terminating repeating decimal expansion. Non-terminating repeating decimal expansion ആയിരിക്കും ഉണ്ടായിരിക്കുക. Sixth one, 23 divided by 2 cube into 5 square. അപ്പോൾ ഇത്രയും നേരം നമ്മൾക്ക് ഡിനോമിനേറ്റർ എന്ത് ചെയ്യണമായിരുന്നു? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണമായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, അവർ ഓൾറെഡി പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സുഖമാണ്, ഡിനോമിനേറ്റർ മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്, 2ൻ്റെയും 5ൻ്റെയും ടേംസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ കാര്യം, ഡിനോമിനേറ്റർ is of the form 2 raised to m into 5 raised to n where m and n are non-negative integers. Therefore 23 by 2 cube into 5 square will have denominator 2 raised to m into 5 raised to n എന്നുള്ള ഫോമിലാണെങ്കിൽ നമ്മുടെ ഫ്രാക്ഷന് എന്ത് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക? വിൽ ഹാവ് terminating decimal expansion. ഇനി നെക്സ്റ്റ് വൺ ആണ് 6/15. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് 3 ഇൻറ്റു 5 ആണെന്ന് കിട്ടും. ഇനി നമ്മൾ ന്യൂമറേറ്ററിനെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ന്യൂമറേറ്ററിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് കിട്ടുക? 2 ഇൻറ്റു 3 അല്ലേ, 2 ഇൻറ്റു 3 എന്ന് കിട്ടും. ഇവിടെ 3 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3 കോമൺ ആണ്. അതുകൊണ്ട് 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 ഡിവൈഡഡ് ബൈ 5. ഇനി ഇവിടെ ഡിനോമിനേറ്റർ നോക്കാം. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 5 ആണ്. അതായത് നമ്മൾക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 2 ഡിവൈഡഡ് ബൈ 5 raised to 1 into 2 raised to 0 എന്ന് എഴുതാം. അതായത് ഡിനോമിനേറ്റർ ഏത് ഫോമാണ്? ഹിയർ ഡിനോമിനേറ്റർ is of the form 2 raised to m into 5 raised to n where m and n are non-negative integers. Therefore 6 divided by 15 will have terminating decimal expansion. In the next question, 129 divided by 2 raised to 2 into 5 raised to 7 into 7 raised to 5. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഡിനോമിനേറ്റർ. എന്താ ഡിനോമിനേറ്റർ is not of the form 2 raised to m into 5 raised to n where m and n are non-negative integers. 2 raised to m into 5 raised to n എന്നുള്ള ഫോമിലല്ല. കാരണം എന്താ, ഇവിടെ 7 എന്നുള്ള ഇൻറ്റീജറും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്
ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഈ ഫോമിലല്ല. Therefore 129 divided by 2 square into 5 raised to 7 into 7 raised to 5 will have non-terminating, repeating decimal expansion. Non-terminating ആയിരിക്കും, റിപ്പീറ്റിംഗ് ആയിരിക്കും ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35 ഡിവൈഡഡ് ബൈ 50. ആദ്യം നമ്മൾ ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് 2 into 5 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഓൾറെഡി ഡിനോമിനേറ്റർ എന്തിൻ്റെ ഫോമാണ്? 2 raised to m into 5 raised to n എന്നുള്ള ഫോമിലാണ്. അതുകൊണ്ട് പിന്നെ വീണ്ടും ന്യൂമറേറ്റർ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത സമയം കളയണ്ട, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ എഴുതാം. എന്താണ്? ഡിനോമിനേറ്റർ ഈസ് ഓഫ് ദ ഫോം 2 raised to m into 5 raised to n where n and m are non-negative integers. n and m are non-negative integers. Non-negative integers ആണ് n ഉം m ഉം. Therefore നമുക്ക് എന്ത് പറയാം? 35 divided by 50 will have terminating decimal expansion. Terminating decimal expansion. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് വൺ ആണ്. 77 ഡിവൈഡഡ് ബൈ 210. അപ്പം ആദ്യം ഡിനോമിനേറ്റർ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 210നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 into 3 into 5 into 7 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 2ഉം 5ഉം കൂടാതെ 3 ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. എങ്ങാനും ഈ 3ഉം 7ഉം ക്യാൻസൽ ആയി പോയാലോ. അപ്പോൾ 77 ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് 7 into 11 എന്ന് കിട്ടും. അപ്പോൾ 7 ക്യാൻസൽ ആയി പോയി, പക്ഷെ 3 പോയില്ല. അതായത് നമുക്ക് എന്താണ് ഇപ്പോൾ കിട്ടിയത്? 11 ഡിവൈഡഡ് ബൈ 2 into 3 into 5. അതായത് ഡിനോമിനേറ്റർ ഈസ് നോട്ട് ഓഫ് ദ ഫോം. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നോട്ട് ഓഫ് ദ ഫോം 2 raised to m into 5 raised to n where n and m are non-negative integers. Therefore 77 divided by 210 will have non-terminating repeating decimal expansion. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എക്സസൈസ് 1.4ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ദ ഡെസിമൽ എക്സ്പാൻഷൻസ്. ഡെസിമൽ ആണ് കേട്ടോ. റൈറ്റ് ഡൗൺ ദ ഡെസിമൽ എക്സ്പാൻഷൻസ് ഓഫ് ദോസ് റാഷണൽ നമ്പേഴ്സ് ഇൻ ക്വസ്റ്റ്യൻ 1 above which have terminating decimal expansion. നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കുറച്ച് റാഷണൽ നമ്പേഴ്സ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു. പക്ഷെ കുറച്ച് റാഷണൽ നമ്പേഴ്സിൻ്റെ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലം അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്ത് നോക്കുക. അതിലേതാണോ ടെർമിനേറ്റിംഗ് ആയിട്ട് വരുന്നത് അതിൻ്റെ മാത്രം ഡെസിമൽ എക്സ്പാൻഷൻ എഴുതാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സബ് ഡിവിഷൻ എന്ന് പറയുന്നത് 13 ഡിവൈഡഡ് ബൈ 3125. ഇതിന് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ 13 ഡിവൈഡഡ് ബൈ 5 raised to 5 ആണ് കിട്ടിയത്.
ഇനി ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം അതൊന്നും കൂടിയും എടുത്ത് എഴുതാം. ഇനി ഡിനോമിനേറ്ററിൽ 5 എത്ര പ്രാവശ്യമുണ്ട്? 5 പ്രാവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2നെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 5⁵5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2⁵5 ചെയ്യുക. ഡിനോമിനേറ്ററിൽ എന്താണോ വരുന്നത് അത് തന്നെ ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2⁵5 വന്നു. ഇനി 13 ഇൻറ്റു 2⁵5, അതായത് 2 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ കൂടെ നമ്മൾ 13 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് 416 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 5⁵5 ഇൻറ്റു 2⁵5 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഷ്ടപ്പെടേണ്ട. എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടി ഒരുമിച്ച് എഴുതുക. 5 ഇൻറ്റു 2 ഹോൾ റേസ് ടു 5. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് a⁻m ഇൻറ്റു b⁻m എന്ന് പറയുന്നത് ab ഹോൾ റേസ് ടു m ആണ്. ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനൊന്ന് സോൾവ് ചെയ്യുക. അപ്പോൾ 416 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 2 10⁻5. അതായത് ഡിനോമിനേറ്ററിൽ എത്ര സീറോ ഉണ്ടായിരിക്കും? 5 സീറോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആൻസറിൽ 416 ന്യൂമറേറ്റർ അതുപോലെ എടുത്ത് എഴുതാം. 5 സീറോ ഉള്ളതുകൊണ്ട് 5 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. 1 2 3 4 5. ഇവിടെ പോയിന്റ് ഇടുക. അപ്പോൾ 13 ഡിവൈഡഡ് ബൈ 3125 ഡെസിമൽ എക്സ്പാൻഷൻ 0.00416. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 17 ഡിവൈഡഡ് ബൈ 8 ആണ്. 17 ഡിവൈഡഡ് ബൈ 8നും എന്ത് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു? ടെർമിനേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിനൊന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ 17 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് കിട്ടും 8ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ഇനി നമ്മൾ 17 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് അതുപോലെ എഴുതി. 2 എത്ര പ്രാവശ്യം ഉണ്ട് ഇവിടെ? 3 പ്രാവശ്യം. അതുകൊണ്ട് നമ്മൾ 5നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്ററിൽ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി 5 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ 17 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2125 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു 5 ഹോൾ റേസ് ടു 3, അതായത് 2125 ഡിവൈഡഡ് ബൈ 10 ക്യൂബ്. 10 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സീറോ ഉണ്ടായിരിക്കും? 3 സീറോ ഉണ്ടായിരിക്കും. അതായത് ആൻസർ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ ആദ്യം എഴുതിയെടുക്കുക. 3 സീറോസ് ആണ്. അപ്പോൾ നമ്മൾ 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. 3 പ്ലേസസ് 1 2 3 ഇവിടെ പോയിന്റ് ഇട്ടു. അപ്പോൾ ആൻസർ 2.125. തേർഡ് ക്വസ്റ്റ്യൻ 64 ഡിവൈഡഡ് ബൈ 455 ആയിരുന്നു. പക്ഷെ നമ്മളത് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറോടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവുക. 15 ഡിവൈഡഡ് ബൈ 1600. ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കുക. നമ്മൾ എന്ത് ചെയ്തു? ന്യൂമറേറ്റർ അതുപോലെ തന്നെ എഴുതി. 1600നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 2�6 ഇൻറ്റു 5 സ്ക്വയർ എന്ന് കിട്ടി. ന്യൂമറേറ്റർ അതുപോലെ എഴുതി. ഡിവൈഡഡ് ബൈ 2�6 ഇൻറ്റു 5 സ്ക്വയർ. അപ്പോൾ 2�6 ഇൻറ്റു 5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 6 എണ്ണം ഉണ്ട്, 5 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ എത്ര 2 ഉണ്ടോ അത്രയും 5 തന്നെ വരണം. അപ്പോൾ ഓൾറെഡി ഇവിടെ 6 എണ്ണം ഉണ്ട്, 2 5 ഉണ്ട്. അപ്പോൾ 2 2ന് 2 5 ഉണ്ട് അല്ലേ? ഇനി ബാക്കി എത്ര 2 ഉണ്ട്? 4 എണ്ണം അല്ലേ? മൊത്തം 6 എണ്ണമാണ്. 2 ഇൻറ്റു 2ന് നമുക്ക് 5 ഇൻറ്റു 5 ഇവിടെ ഉണ്ട്. ഇനി ബാക്കി 4 2 ഉണ്ട്. അപ്പോൾ അതിന് എത്ര 5 വേണം? 5⁴ വേണം. ഡിനോമിനേറ്ററിൽ 5⁴ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും 5⁴ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 ഇൻറ്റു 5⁴ ചെയ്യുമ്പോൾ 9375 ഡിവൈഡഡ് ബൈ 2�6 ഇൻറ്റു 5�6, അതായത് a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m പ്ലസ് n, അതായത് 2 + 4 6.
ഇനി 9375 divided by 2 into 5 whole raised to 6. അതായത് 9375 divided by 10 raised to 6. ഇനി നമ്മൾ ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ന്യൂമറേറ്റർ എടുത്ത് എഴുതാം. ഈക്വൽ ടു 9375. 10 raised to 6 ആണ്. എത്ര സീറോസ് വരുന്നുണ്ട്? 6 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ 6 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. 1 2 3 4 5 6. 5 6. ഓക്കെ, 6 സ്ഥാനം. അപ്പം ഇതാണ് ആൻസർ. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് 29 divided by 343. ഇത് എന്താണ്? നോൺ ടെർമിനേറ്റിംഗ്. ഇതിൻ്റെ ആൻസർ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇനി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി സിക്സ്ത് വൺ 23 divided by 2 cube into 5 square. അപ്പോൾ ഇത് ഓൾറെഡി ഡിനോമിനേറ്റർ നമുക്ക് കണ്ടറിയാം എന്താണ്? ടെർമിനേറ്റിംഗ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നിട്ടുള്ള നമ്പർ ഒന്നും കൂടി എഴുതിയെടുക്കുക. 23 divided by 2 cube into 5 square. ഇവിടെ 2 3 പ്രാവശ്യം ഉണ്ട്, 5 രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്ര 5 വേണം? ഒരു 5 കൂടി വേണം. 3 ആവണമെങ്കിൽ ഒരു 5 കൂടി വേണം. അപ്പോൾ നമ്മൾ മുകളിലും 5 മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 23 into 5 എന്ന് പറയുന്നത് 115 ആണ്. 2 cube into 5 cube equal to 115 divided by 2 into 5 whole cube. അതായത് 115 divided by 10 cube. ആൻസർ എഴുതുമ്പോൾ 115 നമ്മൾ ആദ്യം എടുത്ത് എഴുതും. 3 സീറോസ് ഉണ്ട്, 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. 1 2 3. ഇപ്പോൾ 0.115 ആണ് ആൻസർ. നെക്സ്റ്റ് 6/15. 6/15 എന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ 6 divided by 15 നമുക്ക് എങ്ങനെ എഴുതാം? 5 into 3 അല്ലേ? അപ്പോൾ ഇത് എങ്ങനെയായിരുന്നു ടെർമിനേറ്റിംഗ് ആയത്? നമ്മളുടെ ന്യൂമറേറ്ററിൽ 6നെ ഒന്ന് മാറ്റി എഴുതി. എങ്ങനെ എഴുതി? 2 into 3/5 into 3 എന്ന് എഴുതി. ഇത് ക്യാൻസൽ ചെയ്തപ്പോഴാണ് നമുക്ക് ടെർമിനേറ്റിംഗ് ആയത്. ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര 2 വേണം? ഒരു 2 വേണം. അപ്പോൾ ഞാൻ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തു, മുകളിലും ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തു. 2 into 2 4 divided by 5 into 2 10. ഒരു 0 ഉള്ളൂ, അപ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. 1. അപ്പോൾ 0.4 ആണ് ആൻസർ വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th വൺ നമ്മൾ ചെയ്തത് ഏതായിരുന്നു? 129 divided by 2 square into 5 raised to 7 into 7 raised to 5. ഇതെന്ത് നമ്പർ ആയിരുന്നു? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇനി നോക്കണ്ട. ഇനി നെക്സ്റ്റ് 9th വൺ എന്ന് പറയുന്നത് 35 divided by 50. ഇത് ടെർമിനേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നമുക്ക് എന്താണ് കിട്ടിയത്? ഇതിനല്ലെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ 35നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 5 into 7 എന്ന് കിട്ടും. 15നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ വേണ്ട, ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഒന്ന് മാറ്റി എഴുതുമ്പോൾ 5 into 10 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 5ഉം 5ഉം ക്യാൻസലായി, ബാക്കി 7/10 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. സാധാരണ നമുക്ക് എന്താ വരാറുള്ളത്? 10ന്റെ മൾട്ടിപ്പിൾസ് ആവാൻ വേണ്ടി നമ്മൾ 2 കൊണ്ടോ 5 കൊണ്ടോ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, പോയിന്റ് നീക്കിയാൽ മതി. ഇപ്പോൾ 7 എഴുതി, ഒരു 0 ഉള്ളൂ, അപ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10th വൺ 77 divided by 210 ആയിരുന്നു. ഇതെന്ത് നമ്പറാണ്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ
എക്സ്പാൻഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സസൈസ് 1.4 സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എക്സസൈസ് 1.4 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് റിയൽ നമ്പേഴ്സ് ഹാവ് ഡെസിമൽ എക്സ്പാൻഷൻ ആസ് ഗിവൺ ബിലോ. ഇൻ ഈച്ച് വൺ ഡിസൈഡ് വെദർ ദേ ആർ റാഷണൽ ഓർ നോട്ട്. If they are rational and of the form p by q, what can you say about the prime factors of q? എന്താണ്, കുറച്ച് റിയൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. റിയൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഈ ഡെസിമൽ എക്സ്പാൻഷൻ നോക്കിയിട്ട് നമ്മൾ എന്ത് തീരുമാനിക്കണം? ഇത് റാഷണൽ നമ്പർ ആണോ ഓർ നോട്ട്, അതായത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ നമ്മൾ തീരുമാനിക്കണം. ഇനി റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് റാഷണൽ നമ്പറിനെ പി ബൈ ക്യൂ എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പം റാഷണൽ നമ്പർ ആണെങ്കിൽ ഈ ക്യൂ എന്നുള്ളത് എന്ത് ഫോമാണ്, ക്യൂവിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ക്യൂവിൻ്റെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിൽ ഫസ്റ്റ് വൺ 43.123456789 ഇതാണ് ഫസ്റ്റ് റിയൽ നമ്പർ. ഈ റിയൽ നമ്പർ കണ്ടാൽ നമുക്കറിയാം എന്താണ്, ടെർമിനേറ്റിംഗ് ആണ് അല്ലേ. ഈ റിയൽ നമ്പർ എന്താണ്, ടെർമിനേറ്റിംഗ് ആണ്. അപ്പോൾ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ, ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അത് റാഷണൽ നമ്പർ ആയിരിക്കും അല്ലേ. ടെർമിനേറ്റിംഗ് ആണെങ്കിൽ റാഷണൽ നമ്പർ ആയിരിക്കും. റാഷണൽ നമ്പർ ആണെങ്കിൽ നമ്മൾക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാം. പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റും. ഇവിടെ ടെർമിനേറ്റിംഗ് ആണ്, നോൺ ടെർമിനേറ്റിങ്ങോ റിപ്പീറ്റിങ്ങോ വരുന്നില്ല. ഇപ്പോൾ റാഷണൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഒന്നുകിൽ ടെർമിനേറ്റിംഗ് ആവാം അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആവാം. അപ്പോൾ അവിടെ ടെർമിനേറ്റിംഗ് ആണ്. അതിൻ്റെ അർത്ഥം ക്യൂവിൻ്റെ ഫോം എന്ന് പറയുന്നത് 2m × 5n എന്നുള്ള ഫോം ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ 0.1201200 12000 12000 എക്സെട്ര. അപ്പോൾ ഇവിടെ നോൺ ടെർമിനേറ്റിംഗ് ആണ് അല്ലേ, നോൺ ടെർമിനേറ്റിംഗ് ആണ്. റിപ്പീറ്റിംഗ് ആണോ? അല്ല. കാരണം എന്താണ്, 120 അല്ല റിപ്പീറ്റ് ചെയ്യുന്നത്, സീറോസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 00 നെക്സ്റ്റ് വരുമ്പോൾ 000 അങ്ങനെ കറക്റ്റ് ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇടയിലത്തെ ചില നമ്പേഴ്സ് മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിങ് അല്ലെങ്കിൽ നോൺ റിപ്പീറ്റിംഗ്. നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് നമ്പറാണ്, ഇറാഷണൽ നമ്പറാണ്. ഓക്കെ, ഇറാഷണൽ നമ്പറാണ്. ഇനി നമുക്ക് പി ബൈ ക്യൂ ഫോമിൻ്റെ ആവശ്യമില്ലല്ലോ. ഇറാഷണൽ നമ്പർ നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 43.123456789 ബാർ. അതായത് നമുക്ക് ഈ ബാറിൻ്റെ അർത്ഥം എന്താണ്, 43.123456789. ഈ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ നമ്പർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 123456789 വീണ്ടും 1234 അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരൊറ്റ നമ്പർ മാത്രം അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇവിടെ എന്താണ്, നോൺ ടെർമിനേറ്റിംഗ്, ഈ നമ്പർ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. ഇപ്പം നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് റാഷണൽ നമ്പർ ആണ്. റാഷണൽ നമ്പർ ആകുമ്പോൾ നമുക്കതിനെ ഏത് ഫോമിൽ എഴുതാം, പി ബൈ ക്യൂ ഫോമിൽ എഴുതാം. പക്ഷേ ഇവിടെ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയതുകൊണ്ട് ക്യൂ എന്ന് പറയുന്നത് ഏതിൻ്റെ ഫോം ആയിരിക്കില്ല, 2m × 5n എന്നുള്ളൊരു ഫോമിൽ ആയിരിക്കില്ല. ഓക്കെ, അപ്പം നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെങ്കിൽ റാഷണൽ നമ്പർ ആയിരിക്കും, പി ബൈ ക്യൂ ഫോം ഉണ്ടായിരിക്കും. പക്ഷേ ക്യൂ എന്ന് പറയുന്നത് 2m × 5n എന്നുള്ള ഫോമിലല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സസൈസ് 1.4 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ എടുത്തത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെയും മെയിലിലൂടെയും ചോദിക്കുക. താങ്ക്